എല്ലാവർക്കും അറിയുവാൻ താല്പര്യമുള്ള ഒരു വിഷയത്തെ യേശുവിൻ്റെ ഒരു ഉപമയോടുള്ള ബന്ധത്തിൽ ഏറ്റവും ലളിതമായി ചിന്തിച്ച് അതിൻ്റെ പ്രാവർത്തികമായ സ്വഭാവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിൽ ഏവർക്കും താല്പര്യമുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളേവരെയും ഈ അന്വേഷണ അനുഭവത്തിലേക്ക് സാദരം ക്ഷണിക്കുന്നതിൽ എനിക്ക് വലിയ ചരിതാർത്ഥ്യമുണ്ട്. എപ്പോഴും എല്ലാവരും ചിന്തിക്കുകയും പലപ്പോഴും ആളുകൾ ചോദിക്കാൻ കൂട്ടാക്കുകയും ചെയ്യുന്നൊരു വിഷയമാണ്, സ്വർഗം എന്നത് ഒരു യാഥാർത്ഥ്യമാണോ? ഞങ്ങൾ സ്വർഗത്തിൽ പോകും എന്നതിന് എന്താണ് ഒരു ഉറപ്പ്? അതോ സ്വർഗനരകങ്ങൾ വെറും മനുഷ്യൻ്റെ കാൽപ്പനികതയിൽ ഉളവായ ചില പ്രതീക്ഷകളും ഭീതികളുമാണോ? ഇവയെപ്പറ്റി പ്രത്യാശ വെച്ചിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? ഇങ്ങനെയുള്ള അനേക ചോദ്യങ്ങൾ ന്യായമായും വിശ്വാസികളുടെ മനസ്സിൽ എക്കാലത്തും ഇടം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഏതെങ്കിലും വിധത്തിൽ ഗ്രാഹ്യം പ്രാപിക്കുവാൻ സാധ്യമെങ്കിൽ അതിനുവേണ്ടി അല്പസമയം മാറ്റിവെക്കുന്നത് ഉചിതമാണ് എന്നത് നാം ഏവരും ഒന്നുപോലെ സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് യേശുക്രിസ്തു സ്വർഗത്തെപ്പറ്റിയും നരകത്തെപ്പറ്റിയും പ്രത്യക്ഷമായി വലിയ വിശദമായി പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകളിൽ കൂടെ നമുക്ക് അന്വേഷിച്ച് പ്രാപിക്കാവുന്ന വളരെ പ്രയോജനം ചെയ്യുന്ന അറിവുകൾ അനവധിയാണ്. അവയിൽ ഒരു ചെറിയ വെളിപ്പെടുത്തലിനെ മാത്രം കേന്ദ്രീകരിച്ച് ശിഷ്ടമുള്ള സമയം ഒരുമിച്ച് ചിന്തിക്കാമെന്നാണ് കരുതുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന താലന്തുകളുടെ ഉപമ സുപരിചിതമാണ്. ഇതിനെ തന്നെ ആസ്പദമാക്കി നരകം എന്നാൽ എന്ത് എന്ന ചോദ്യത്തെ കേന്ദ്രീകരിച്ചൊരു വീഡിയോ ചെയ്തത് ഏവരുമായി ഞാൻ അടുത്തിടെ തന്നെ പങ്കിട്ടതാണ്. അതുകൊണ്ട് ആ വിഷയം, ആ ഒരു ഭാഗം ഏവർക്കും പരിചിതമാണ്. അല്ലെങ്കിൽ തന്നെയും വിശ്വവിഖ്യാതമായ ഒരു ഉപമയാണത്. ഒരുത്തൻ ദൂരദേശത്തേക്ക് യാത്രയാകുന്നതിന് മുൻപ് തൻ്റെ ഭൃത്യന്മാരെ വിളിച്ചിട്ട് ഒരുത്തന് 5 താലന്തും ഒരുത്തന് 2 താലന്തും ഒരുത്തന് 1 താലന്തും ഓരോരുത്തർക്കും അവരുടെ കഴിവനുസരിച്ച് ഭരമേൽപ്പിച്ചു. അവൻ യാത്രയായി. ഏറെ നാൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴുണ്ടായ അവസ്ഥയുള്ള വ്യത്യാസം. ഇവിടെ 2 തരത്തിലുള്ള ആളുകൾ, നല്ലവരും വിശ്വസ്തരുമായ ദാസന്മാർ, അവർ ഒരു വശത്ത്, ദുഷ്ടരും വിശ്വസ്തത പാലിപ്പാൻ അറിയാത്തവരുമായ മറ്റൊരു ദാസൻ. 3 പേരിൽ 2 പേർ നല്ലവരാണ്, വിശ്വസ്തരാണ്, വിശ്വാസമുള്ളവരാണ്. വിശ്വാസമുള്ളവരാണ്, വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരാണ്, വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ പ്രവർത്തിക്കുന്നവരാണ് വിശ്വസ്തരായ ആളുകൾ. അപ്പം അങ്ങനെയുള്ള 2 പേര്. എന്നാൽ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മൂന്നാമതൊരുവൻ, അവന് കിട്ടിയ താലന്തം കൊണ്ട് കുഴിച്ചിട്ടു. എൻ്റെ മർമ്മം എന്താണെന്ന് നാം അന്വേഷിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ആദ്യത്തെ 2 ശിഷ്യന്മാർ അല്ലെങ്കിൽ വേലക്കാർ, അവർ യജമാനിൽ നിന്ന് കൈപ്പറ്റിയ 5 താലന്തുകൾ 2 താലന്തുകൾ എപ്രകാരം പ്രയോഗിച്ചു? ഒന്ന്. രണ്ടാമത്, അവർ ചെയ്ത ഈ ഒരു വിശ്വസ്തത നിറഞ്ഞ പ്രവൃത്തിയെ യജമാനൻ എപ്രകാരം മനസ്സിലാക്കുന്നു? തൽഫലമായി അവർ പ്രാപിച്ച അവസ്ഥ എന്താണ്? ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ. അതിൽ കൂടെ സ്വർഗം എന്നാൽ എന്ത്, സ്വർഗത്തിലാകുക എന്ന അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും എന്ന പ്രതീക്ഷയിൽ നമുക്ക് നമ്മുടെ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാം. ഇവിടെ നാം കാണുന്നത്, യജമാനൻ തൻ്റെ ശിഷ്യന്മാരെ താലന്തുകൾ ഏൽപ്പിക്കുന്നു. അപ്പോൾ സാധ്യതകളുടെ സൂചനയാണ്, സാധ്യതകളുടെ പ്രതീകമാണ് താലന്തുകൾ എന്നുള്ളത്. മനുഷ്യർ ഈ ലോകത്തിലായിരിക്കുമ്പോൾ മറ്റുള്ള മൃഗങ്ങളെക്കാൾ കൂടുതൽ സാധ്യതയുള്ള ഒരവസ്ഥയിലാണ് നാം ആയിരിക്കുന്നത് എന്ന് ഏവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ആളുകളുടെ ഇടയിൽ വ്യത്യാസം വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം,
നമ്മുടെ ജീവിതം ആരംഭിച്ചപ്പോൾ നമുക്ക് ലഭിച്ച അവസ്ഥകളുടെയും സാധ്യതകളുടെയും ഏറ്റക്കുറച്ചിലല്ല. അവിടെയും ഏറ്റക്കുറച്ചിലുണ്ടില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ അത് മാത്രമല്ല, അതിനെ കൂടുതൽ വഷളാക്കുകയും നമ്മുടെ ജീവിതത്തെ അപകടത്തിലാക്കുകയും ചെയ്യുന്ന ഘടകം, അതിനുശേഷം നാം കൈപ്പറ്റിയ താലന്തുകളെ നാം എപ്രകാരം കാണുന്നു, അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുന്നു, അതിൻ്റെ സാധ്യതകളെ അന്വേഷിക്കുകയും വിപുലീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, താലന്ത് പ്രാപിച്ചു അല്ലെങ്കിൽ ഏറ്റെടുത്തു എന്നതുകൊണ്ടായില്ല, ഈ താലന്തുകളെ മനസ്സിലാക്കുന്ന വിധവും അവയെ എപ്രകാരം പ്രയോഗിക്കണം എന്ന തിരിച്ചറിവും ഈ കാര്യത്തിൽ വളരെ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഈ യജമാനൻ തൻ്റെ താലന്തുകളെ ശിഷ്യന്മാരെ ഏൽപ്പിച്ച് അവരെ കണ്ണുമടച്ച് വിശ്വസിച്ച് ദൂരദേശത്തേക്ക് യാത്രയായ അനേക നാളുകൾ കഴിഞ്ഞ് മടങ്ങി വരത്തക്കവണ്ണം തൻ്റെ ശിഷ്യന്മാരെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ഒരു ഉദാത്തമായ മാതൃകയാണ് ഈ യജമാനിൽ നാം കാണുന്നത്. ആ യജമാനെ സംബന്ധിച്ചിടത്തോളം താൻ തൻ്റെ വേലക്കാരുമായി ഉണ്ടാകേണ്ട ബന്ധം അത് പരസ്പര വിശ്വാസത്തിൻ്റെ ബന്ധമായിരിക്കണം. അങ്ങനെ ഒരു ബന്ധമാണ് ഈ യജമാനൻ വിഭാവന ചെയ്തത്. തൻ്റേതായ താലന്തുകൾ തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചിട്ട് അതിൻ്റെ യാതൊരു മേൽനോട്ടത്തിനും ആളുകളെ വയ്ക്കാതെ അവരുടെ സ്വാതന്ത്ര്യമനുസരിച്ച് അവരുടെ ഔചിത്യമനുസരിച്ച് പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ അവയെ ഉപയോഗിക്കുകയോ നശിപ്പിക്കുകയോ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യത്തക്കവണ്ണം പരിപൂർണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ദൂരദേശത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ അത് ആ യജമാനൻ തൻ്റെ ഭൃത്യന്മാരിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ പൂർണ്ണതയെ ചിത്രീകരിക്കുന്നു. അപ്പം നാം ഈ സംഭവത്തിൽ അല്ലെങ്കിൽ ഈ ഉപമയിൽ ആദ്യമായി വളരെ പ്രാധാന്യം കൽപ്പിച്ച് മനസ്സിലാക്കേണ്ടത്, പ്രത്യേകമായി നമ്മുടെ മനസ്സിൽ കുറിച്ചു വെക്കേണ്ടത്, തൻ്റെ ഭൃത്യന്മാരെ യജമാനൻ 100% വിശ്വസിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ യജമാനൻ്റെ യഥാർത്ഥത്തിലുള്ള സമ്പത്ത് അവൻ്റെ പക്കലുള്ള താലന്തുകൾ മാത്രമല്ല, ആ യജമാനൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് വിശ്വാസം എന്നാണ്. വിശ്വസിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കെൽപ്പ്, മനസ്ഥിതി, ധൈര്യം, ആന്തരികമായ ശക്തി, ഇത് ഈ ഉപമ വിശദീകരിക്കുന്ന അനേക പ്രസംഗങ്ങൾ അനുസരിച്ചിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിലൊന്നിൽ പോലും ഈ വശത്തെപ്പറ്റി ആരും പ്രതിപാദിച്ച് ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് ആരും പറഞ്ഞിട്ടില്ല എന്നർത്ഥമില്ല. ഞാൻ കേട്ടിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം തന്നെ. നമുക്ക് ഇത് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കും. ഈ ലോകത്തിൽ എല്ലാം നിലനിൽക്കുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നത് നാം പലപ്പോഴും മറന്നു പോകുന്നൊരു യാഥാർത്ഥ്യമാണ്. വിശ്വാസം എന്ന ഘടകം മനുഷ്യ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ ജീവിതം സാധ്യമല്ല, ഒന്നും സാധ്യമല്ല. നമുക്ക് ഒരു ചുവട് വയ്ക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം വേണം. നമുക്ക് വിശ്രമിക്കണമെങ്കിൽ പോലും വിശ്വാസം വേണം. ഇപ്പോൾ ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയിട്ട് ഇന്ന് രാവിലെ ഞാൻ എഴുന്നേക്കും എന്നതിന് യാതൊരു എന്താണ് പറയുന്നത് ഗ്യാരണ്ടിയുമില്ല. ഉറക്കത്തിൽ മരിച്ചു പോകുന്ന എത്ര പേരുണ്ട്, അല്ലെങ്കിൽ ഉറക്കത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് ആക്രമിച്ച് ജീവൻ നഷ്ടപ്പെടുന്നു പോകുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ ഉറങ്ങുന്നത് പോലും വിശ്വാസത്തിൻ്റെ പേരിലാണ്. നാം വീടിന് വെളിയിലിറങ്ങുന്ന വിശ്വാസത്തിൻ്റെ പേരിലാണ്. നമ്മൾ അധ്വാനിക്കുന്ന ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുന്നു, ആ ഭൂമി അവനെ ചതിക്കത്തില്ല എന്ന വിശ്വാസമില്ലെങ്കിൽ അവൻ എങ്ങനെയാണ് കൃഷിപ്പണി ചെയ്യുന്നത്? നമ്മളൊരു ബസ്സിൽ കയറുന്നു, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുമെന്നൊരു വിശ്വാസവും പ്രത്യാശയും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ബസ്സിൽ കയറുന്നത്? ഒരു സ്ത്രീ ഒരു പുരുഷനെ, ഒരു പുരുഷൻ സ്ത്രീയെ വിവാഹം ചെയ്യുന്നു, പരസ്പരമായ നീതി പുലർത്തും, ആത്മാർത്ഥമായി പരസ്പരം സ്നേഹിക്കുമെന്ന വിശ്വാസവും പ്രത്യാശയും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു വ്യക്തി വിവാഹവേദിയിലേക്ക് കടന്നു വരുന്നത്? അങ്ങനെ നാം എങ്ങനെ നോക്കിയാലും ഇഹലോകവാസത്തെ, മനുഷ്യൻ്റെ ഈ ലോക ജീവിതത്തെ നിലനിർത്തുന്നത് വിശ്വാസം എന്ന അടിത്തറ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നാം വിശ്വാസത്തെക്കുറിച്ച് വ്യാപകമായി മനസ്സിലാക്കണം. ഇത് മതപരമായ അനുഭവത്തിൽ മാത്രമല്ല,
എവിടെയൊക്കെ ജീവനുണ്ടോ അവിടെയൊക്കെ വിശ്വാസം പ്രവർത്തിക്കുന്നുണ്ട്. നാം ശ്വസിക്കുന്ന ശ്വാസം പോലെ, അതിലുള്ള ഓക്സിജൻ പോലെ, നാം ഈ ഭൂമിയിൽ നടക്കുമ്പോൾ നമ്മെ നടക്കാൻ സഹായിക്കുന്ന ഭൂമിയുടെ ആകർഷണ ശക്തി പോലെ, ഗ്രാവിറ്റേഷണൽ പുൾ, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ, അതുപോലെ പ്രകൃതിയിൽ ജീവൻ നിലനിർത്തുന്ന സൂര്യൻ്റെ പ്രകാശം പോലെ ഇതെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ സൂര്യപ്രകാശമാണ് വിശ്വാസം. എന്നാൽ അതിനപ്പുറമാണ് അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായി നാം ഇത് മനസ്സിലാക്കേണ്ടത്, ഈ യജമാന് രണ്ട് ധനങ്ങളുണ്ടായിരുന്നു. ഒന്ന് പ്രത്യക്ഷമാണ്, അത് അവന് താലന്തുകളുണ്ടായിരുന്നു. ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു സ്വത്താണ്. ഏതാണ്ട് $1,00,000 വില മതിക്കാവുന്ന ഒരു കാര്യമാണ് ഒരു താലന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ചില്ലറ മൂലധനമല്ല തൻ്റെ വേലക്കാരെ അദ്ദേഹം ഏൽപ്പിച്ചതെന്ന് മനസ്സിലാക്കി. വലിയ വലിയ സാധ്യതകൾ. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഈ യജമാനൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് തൻ്റെ ഭൃത്യന്മാരെ വിശ്വസിക്കാനുള്ള അവൻ്റെ കഴിവാണ്. വിശ്വസിക്കുക, കപ്പാസിറ്റി ഫോർ ഫെയ്ത്ത്. അതില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. ആ കഴിവ് ഈ യജമാനില്ലായിരുന്നുവെങ്കിൽ അവൻ്റെ താലന്ത് അവൻ തന്നെ എവിടെയെങ്കിലും കുഴിച്ചിട്ടിട്ട് ദൂരദേശത്തേക്ക് പോയി അവിടുത്തെ കാര്യമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് അവിടെ ഉണ്ടെങ്കിൽ അതെടുത്ത് ഉപയോഗിക്കുമായിരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഉപമയുടെ അടിത്തറ തന്നെ വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ അതാണ് ഈ 3 ഭൃത്യന്മാരെ 2 ചേരിയിലേക്ക് തിരിക്കുന്ന ഘടകം. ആദ്യത്തെ 2 ഭൃത്യന്മാർക്ക് വിശ്വാസമുണ്ടായിരുന്നു. മൂന്നാമത്തെ ഭൃത്യൻ ഇല്ലാതിരുന്നത് വിശ്വാസമാണ്. വിശ്വാസമില്ലാതിരുന്നത് കൊണ്ട് അവന് ലഭിച്ച താലന്ത്, അവന് ലഭിച്ച മൂലധനം വളരെ വലുതായിരുന്നിട്ടും അതിലൊരു സാധ്യതയും കാണാതെ ഏറ്റവും നല്ലത് എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടുക, യാതൊരു റിസ്ക്കുമില്ലാതെ അവസാനം യജമാനം വരുമ്പോൾ തിരിച്ചേൽപ്പിച്ച് തല തപ്പാം എന്ന് മാത്രം ചിന്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ടായിരുന്നു. കാരണം അവന് വിശ്വാസമില്ലായിരുന്നു എന്നത് തന്നെയാണ്. അപ്പോൾ എനിക്ക് വ്യക്തമായി പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ഉപമയിൽ കൂടെ മനസ്സിലാക്കാൻ എനിക്ക് ഇടയായിട്ടുള്ളത്, സ്വർഗം എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയുണ്ട്. അത് മരണാനന്തര അനുഭവത്തിലാണോ അതോ നമ്മുടെ ഇപ്പോഴുള്ള ജീവിതത്തിൽ തന്നെയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയുന്നത്, യേശുവിൻ്റെ ഉത്ബോധനങ്ങളിൽ അല്ലെങ്കിൽ പഠിപ്പീരുകളെ ആസ്പദമാക്കി പറഞ്ഞാൽ, മരണാനന്തര ജീവിതത്തെപ്പറ്റി നമുക്ക് വലിയ പിടിപ്പില്ല എങ്കിലും മരണത്തിന് മുൻപുള്ള നമ്മുടെ ഇഹലോകവാസത്തിൽ സ്വർഗം അനുഭവിപ്പാൻ സാധ്യമാകും എന്നതാണ് യേശുവിൻ്റെ പഠിപ്പീര്. എന്നാൽ ആ സ്വർഗത്തിലേക്ക് പോകാൻ ഒരു മാർഗമുണ്ട്, ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതിൻ്റെ പേര് വിശ്വാസം എന്നാണ്. വിശ്വാസം എന്നാണ്. ഞാൻ ആവർത്തിക്കുകയാണ്, വിശ്വാസം എന്നാണ്. അതുകൊണ്ട് വിശ്വാസം എന്നാൽ എന്താണ് എന്നതിനെപ്പറ്റി അല്പം ഒരു വ്യക്തത പ്രാപിക്കുക വളരെ അത്യാവശ്യമാണ്. നാം വിശ്വാസത്തെപ്പറ്റി പലവിധമായ ധാരണകൾ വെച്ചു പുലർത്തുന്നവരാണ്. സഭയുടെ പരിശീലനം ഏറെ ലഭിച്ചവർ. സഭയോട് നാം കാണിക്കുന്ന കൂറാണ് വിശ്വാസം എന്ന് ധരിച്ചിരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. അതുകൊണ്ട് തന്നെ ആത്മീയമായ പ്രസക്തിയുള്ള അർത്ഥവത്തായ വിശ്വാസത്തെ പറ്റിയുള്ള ധാരണകൾ അനുസരിച്ച് പ്രവർത്തിച്ച് തങ്ങളോട് തന്നെ നീതി പാലിക്കുന്നതിൽ വിജയം കൈവരിപ്പാൻ പലർക്കും കഴിയാതെ പോകുന്നു എന്ന ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യത്തെ കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ ഈ ചിന്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. അപ്പോൾ വിശ്വാസം എന്നാൽ എന്താണ്? വിശ്വാസത്തെപ്പറ്റി ഒരു പക്ഷേ ഏറ്റവും മഹനീയമായ നിർവചനം എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലുണ്ട്. അത് നമുക്ക് മനഃപ്പാഠമായി എല്ലാവർക്കും അറിയാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും തന്നെ. അങ്ങനെയാണല്ലോ. അതിൻ്റെ അർത്ഥം എന്താണ്? പലരും വിശ്വാസത്തെ മനസ്സിലാക്കുന്നത്, വിശ്വാസത്തിൻ്റെ സംഗതികൾ എന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുന്നത് കഴിഞ്ഞകാല സംഭവങ്ങൾ. ഇപ്പോൾ യേശു ഇന്ന സമയത്ത് ജീവിച്ചു, ഇന്നൊക്കെ ചെയ്തു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളാണ്. എന്നാൽ വിശ്വാസത്തിൻ്റെ മർമ്മം അത് മാത്രമല്ല. അത് വിശ്വാസത്തിൻ്റെ ചില ഉള്ളടക്കങ്ങളാണ്. പക്ഷേ വിശ്വാസം എന്നത് ഒരു പ്രാവർത്തിക മർമ്മമാണ്.
ആ മർമ്മത്തെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത് പ്രയോഗിക്കാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ. നമുക്ക് വിശ്വാസമുണ്ടോ എന്നതിനേക്കാൾ നാം വിശ്വാസികളാണോ എന്ന ചോദ്യമാണ് ചോദിക്കേണ്ടത്. ചില വിശ്വാസ പ്രമാണങ്ങൾ കാണാപ്പാഠം അറിയാമെങ്കിൽ നമുക്ക് വിശ്വാസമുണ്ടോ എന്ന ചോദ്യത്തിനുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതും ശരിയാകുകയില്ല, പക്ഷെ വേണമെങ്കിൽ പറയാം. പക്ഷേ നാം വിശ്വാസികളാണോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ നാം വിശ്വാസം എന്ത് എന്നതിനെപ്പറ്റി പുതിയ നിയമത്തിലുള്ള വിവക്ഷ മനസ്സിലാക്കി അതിനെ അനുഭവത്തിൽ പ്രാവർത്തികമായി കൊണ്ടുവരുന്ന വ്യക്തികൾക്ക് മാത്രമേ അവർക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമുണ്ട്, അവർ വിശ്വാസികൾ തന്നെയാണ് എന്ന കാര്യത്തിൽ ഉറപ്പുവരുവാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഇവിടെ നാം നോക്കുമ്പോൾ നിങ്ങൾ ഈ രണ്ട് ഭൃത്യന്മാരുടെ സ്ഥാനത്ത് നിങ്ങളെ തന്നെ സ്ഥാപിച്ച് ഒന്ന് ചിന്തിച്ചാൽ, യജമാനൻ നിങ്ങളെ വിളിക്കുന്നു, ഒരാളുടെ കയ്യിൽ 5 താലന്ത് തരുന്നു, ഒരാൾക്ക് 2 താലന്ത് നൽകുന്നു. യജമാനൻ ഒന്നും പറയാതെ അങ്ങ് ദൂരദേശത്തേക്ക് പോവുകയാണ്. നിങ്ങൾ ഇതിൽ എന്ത് കാണുന്നു? നിങ്ങൾ ഇതിൽ എന്ത് കാണുന്നു? 2 തരത്തിൽ ഇതിനെ കാണാൻ സാധിക്കും. ഒന്ന്, 5 താലന്തിൻ്റെ ഇപ്പോഴുള്ള വില എന്താണ്? $5 ലക്ഷം എന്ന് വെച്ചു. അപ്പോൾ മറ്റേ അദ്ദേഹത്തിന് പറയാം 2 താലന്ത്, അപ്പോൾ $2 ലക്ഷം. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ വില. രണ്ടാമത്തെ ചിന്ത, ഇതിലടങ്ങിയിരിക്കുന്ന സാധ്യത എന്താണ്? ഒന്ന്, ഇപ്പോഴിതെന്താണ്? 2, ഇതിലടങ്ങിയിരിക്കുന്ന സാധ്യത എന്താണ്? എല്ലാവർക്കും പൊതുവെ അറിയാവുന്നത് ഇപ്പോഴുള്ള സാധ്യത, ഇപ്പോഴുള്ള വില എന്താണ്, ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്, അതിൻ്റെ വില എന്താണ്. എന്നാൽ അതും വിശ്വാസവുമായി ഒരു ബന്ധവുമില്ല. അത് കമ്പോള നിരക്കാണ്. വിശ്വാസം വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ ഒരു താലന്തുകൾ എൻ്റെ പക്കൽ ഇപ്പോഴുണ്ട്, അതുകൊണ്ട് ഏത് അവസ്ഥയിൽ എനിക്ക് ചെന്നെത്താൻ കഴിയും, ഇതൊരു ഉപാധിയാണ്, ഈ ഉപാധി ഉപയോഗിച്ച് എനിക്ക് എവിടെ ചെന്നെത്താൻ കഴിയും, ഈ ഉപാധിയുടെ പൂർണ്ണ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ. 2, ഇതെവിടെ ചെന്നെത്താമെന്ന സാധ്യത. ഇപ്പോഴത്തെ അവസ്ഥ, എന്ത് പ്രാപിക്കാം, എന്ത് കൈവരിക്കാം, എവിടെ ചെന്നെത്താമെന്ന സാധ്യത. അവസ്ഥ, സാധ്യത. വിശ്വാസം എന്നത് അവസ്ഥയിൽ നിന്ന് സാധ്യതയിലേക്കുള്ള യാത്രയ്ക്ക് നമ്മെ സഹായിക്കുന്ന പാലമാണ്. ഞാൻ ആവർത്തിക്കട്ടെ, വിശ്വാസം എന്നത് അവസ്ഥയിൽ നിന്ന്, ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് ഇനിയും സാധ്യമാകുന്ന അവസ്ഥയിലേക്ക് മുന്നേറുവാനുള്ള പാലമാണ് വിശ്വാസം. ഫെയ്ത്ത് ഈസ് ദ ബ്രിഡ്ജ് ദാറ്റ് കണക്ട്സ് വാട്ട് ഈസ് വിത്ത് വാട്ട് ക്യാൻ ബി. ഈ ഒരർത്ഥത്തിൽ നമ്മുടെ വ്യക്തിത്വത്തെ കാണുകയും നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വിവിധമായ കഴിവുകളെ പറ്റി ചിന്തിക്കുകയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കുകയും ഇവയുടെ ആകെത്തുകയിൽ കൂടെ നാം പൂർണ്ണത അന്വേഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, അതാണ് യേശു പറഞ്ഞത്, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 48-ാം വാക്യം, നിങ്ങൾ സൽഗുണപൂർണരാകുവീൻ. ദൈവം സൽഗുണപൂർണരാകുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. അപ്പോൾ പൂർണ്ണതയെ അന്വേഷിക്കുക. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ. ഇപ്പോൾ 5 കിട്ടിയവൻ 5 കൂടെ ഉണ്ടാക്കിയാൽ മതി, അതതിൻ്റെ പൂർണ്ണത കണ്ടെത്തി. 2 ഉണ്ടാക്കിയവൻ 2 ലഭിച്ചവൻ 2 കൂടെ ഉണ്ടാക്കിയാൽ മതി. 2 2 4 മതി. 2 പേരും തുല്യമായി പൂർണ്ണത അന്വേഷിച്ചവരാണ്. അതുകൊണ്ട് തന്നെ 2 പേർക്കും ഒരേ തരത്തിലുള്ള അംഗീകാരവും സന്തോഷവുമാണ് പ്രദാനം ചെയ്യുന്നത്, നൽകുന്നത്. 2 പേരോടും യജമാനൻ പറയുന്നത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. അപ്പോൾ വിശ്വസ്തത എന്നാൽ എന്താണ്? ഫെയ്ത്ത്ഫുൾനെസ്, ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. വിശ്വാസത്തിൻ്റെ പ്രവർത്തന രീതിയാണ് വിശ്വസ്തത. വിശ്വസ്തതയില്ലാതെ വിശ്വാസം ഉണ്ടെന്ന് നമുക്ക് പറയാനൊക്കെ. അപ്പോൾ നമുക്ക് വിശ്വാസമുണ്ട് എന്നതിൻ്റെ തെളിവ് നാം വിശ്വസ്തരായിത്തീരുന്നു. അങ്ങനെ വിശ്വസ്തരായി പ്രവർത്തിക്കുന്നത് കൊണ്ട് നാം പ്രാപിച്ചിരിക്കുന്ന താലന്തുകൾ, നമ്മിൽ നിക്ഷിപ്തമായ സാധ്യതകൾ അനുദിനം വളർന്ന് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നു. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു സ്വർഗരാജ്യത്തിൻ്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന കടുകുമണിയുടെ ഉപമ
ഒരു ചെറിയ മണി വീണ് മുളച്ചിട്ട് അത് വളർന്ന് 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 അതിൻ്റെ കൊമ്പുകൾ ഭൂമിയുടെ അറുതി വരെ പോകുന്നു എന്ന് പറയുന്നത് അത് കാവ്യാത്മകമായിട്ടാണ്, അതിൽ അതിശയോക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളുടെ സാധ്യത അത് അത്ഭുതകരമായി മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന അത്ഭുത മർമ്മമാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസിയാകുക എന്നത് മതപരമായ ഭക്തി ഉണ്ട് എന്ന് അവകാശപ്പെട്ട് അല്ലെങ്കിൽ നടിച്ചു നടക്കുന്ന ആളുകളുടെ മാത്രം ആവശ്യമല്ല. മനുഷ്യനാണോ അവൻ വിശ്വാസിയായിരിക്കണം. എന്നാൽ വിശ്വാസിയാകുക എന്ന് പറയുന്നൊരു അർത്ഥം എന്താണ്? എന്ത് ലഭിച്ചാലും ഏതവസ്ഥയിലായിരുന്നാലും ആ അവസ്ഥയുടെയും ആ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന വ്യക്തിത്വത്തിൻ്റെയും സാധ്യതകളുടെ പൂർണ്ണതയെ നിരന്തരം അന്വേഷിക്കുന്ന ആ ഒരു ഊർജ്ജസ്വലത, ആ ഒരു ഊർജം, ആ ഒരു ആവേശം, അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും നല്ല നല്ല താല്പര്യങ്ങളും ചിന്തകളും ചായ്വുകളും അപ്രകാരമുള്ള നന്മ ചെയ്യണമെന്നും പുരോഗമിക്കണമെന്നും നേട്ടങ്ങൾ കൈവരിക്കണമെന്നും ഉദാത്തമായി ജീവിക്കണമെന്നും നല്ലവൻ എന്ന പേര് കേൾക്കണമെന്നും താല്പര്യമില്ലാത്ത ആരും ഈ ലോകത്തിലില്ല. അതേസമയം തന്നെ ആ നല്ലതായി തീരണമെന്ന ഉൾപ്രേരണയെ ആസ്പദമാക്കി അത് സാധ്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും മുൻപോട്ട് പോവുകയും ചെയ്യുവാൻ കൂട്ടാക്കുന്ന ആളുകൾ നന്നേ കുറവാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അവസാനം വരെയും സഹിച്ചു നിൽക്കുന്നവർ രക്ഷപ്പെടും. ഈ സഹിച്ചു നിൽക്കണമെങ്കിൽ വിശ്വാസം വേണം. വിശ്വാസം എന്നാൽ എന്താണ്? നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ നമുക്ക് പ്രാപിക്കാവുന്ന ഉദാത്തമായ സമാനതയില്ലാത്ത ഒരവസ്ഥ, അതിലേക്ക് വളരുവാനുള്ള നമ്മുടെ ആവേശത്തിന് യുക്തിസഹജമായ ഒരു അസ്തിത്വം, ഒരു സഹായം, മുൻപോട്ട് പോകുവാനുള്ള പ്രേരണ, അത് നിലനിൽക്കാനുള്ള ശക്തി, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിശ്വാസം എന്നുള്ളത്. അപ്പം ഈ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകുവാൻ, സ്വർഗമെന്ന അവസ്ഥ പ്രാപിപ്പാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ എന്നതാണ് യേശു ഈ ഉപമയിൽ കൂടെ പഠിപ്പിക്കുന്നത്. യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗം മരണാനന്തരം മാത്രമല്ല, അതിനേക്കാൾ പ്രാധാന്യം കൽപ്പിച്ച് നാം മനസ്സിലാക്കേണ്ടത് മരണത്തിന് മുൻപ് തന്നെ ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലേക്കുള്ള വഴി വിശ്വാസമാണ്. വിശ്വാസം എന്നത് നമ്മുടെ ഉള്ളിൽ നിക്ഷിപ്തമായ സാധ്യതകളും ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്തണമെന്ന് നമ്മുടെ ഉള്ളിലെ വാഞ്ചയും ആഗ്രഹവും അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് ശക്തി പകരുന്ന ആ അതുല്യമായ മർമ്മമാണ്. ലോകത്തിൽ സമാനതയില്ലാത്ത ഒരു മർമ്മമാണ്. ലോകത്തിൻ്റെ യുക്തി കൊണ്ടോ ലോകത്തിൻ്റെ ചിന്ത പാറ്റേൺസ് ഓഫ് തോട്ട് കൊണ്ടോ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അത്ഭുത മർമ്മമാണ് ഈ വിശ്വാസം എന്നുള്ളത്. അതുണ്ടെങ്കിൽ മാത്രമേ സ്വർഗതുല്യമായ അനുഭവം ഈ ഭൂമിയിൽ നമുക്ക് പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ എന്നതാണ് യേശു പഠിപ്പിക്കുന്നത്. അപ്പോൾ വിശ്വാസം എന്നത് വളരെ പ്രാവർത്തികമായ മർമ്മമാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും വിടുതലിൻ്റെ മർമ്മമാണ്. ആ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് രോഗശാന്തി പ്രാപിക്കും. രോഗശാന്തി എന്നതോ നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നാം അനുഭവിക്കുന്ന പരാധീനതകളും പ്രയാസങ്ങളുമാണ്. കാരണം നാം ഇപ്പോഴായിരിക്കുന്നത് നമുക്ക് പറ്റിയ അവസ്ഥയല്ല, നാം ഇങ്ങനെ ആയിരിക്കേണ്ടവരല്ല, ഇതല്ല നമുക്ക് വേണ്ടി വിഭാവന ചെയ്യപ്പെട്ട അവസ്ഥ. എന്നാൽ നാം ഇങ്ങനെ ആയിത്തീർന്നു. അതേസമയം ഈ അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോയി ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പ്രവേശിപ്പാനുള്ള വാതിൽ ഇതാ യേശു തുറന്നിരിക്കുന്നു, ദൈവം തുറന്നിരിക്കുന്നു, യജമാനൻ തുറന്നിരിക്കുന്നു. അതിലേക്ക് പ്രവേശിക്കുവാൻ നൽകുന്ന ഉപാധിയായ ഈ താലന്തുകൾ, അവയുടെ സാധ്യതകൾ മനസ്സിലാക്കി ആവേശത്തോടുകൂടി അനുദിനം അധ്വാനിക്കുന്ന, ലഭിച്ചതിനെ വർദ്ധിപ്പിക്കുന്ന, 5 10 2 4 വർദ്ധിപ്പിക്കുന്ന
ആ ഒരു ആവേശത്തിൻ്റെ കാഴ്ചപ്പാട്, ആവേശത്തിൻ്റെ അവസ്ഥ, ആവേശത്തിൻ്റെ ഉശിര്, ആത്മാവ്, അതാണ് വിശ്വാസം. ആ വിശ്വാസം ഈ ഭൂമിയുടെ പരപ്പിൽ ഉണ്ടാകുമോ എന്നാണ് യേശു ചോദിക്കുന്നത്. മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈ ഭൂമിയുടെ പരപ്പിൽ വിശ്വാസം ഉണ്ടാകുമോ, കാണാൻ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഈ അർത്ഥത്തിൽ തന്നെയാണ്. എന്നാൽ ഈ അർത്ഥത്തിൽ വിശ്വാസത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിശീലനങ്ങൾ പര്യാപ്തമല്ല എന്ന് തന്നെയല്ല, അതൊരു വിലങ്ങുതടിയാണ്. കാരണം നമ്മെ ഇന്ന് വരെ പരിശീലിപ്പിച്ചത് പുറകോട്ട് നോക്കി കഴിഞ്ഞ കാലത്തെ സംഭവങ്ങളിൽ മാത്രം പ്രത്യാശ വെച്ച് അതങ്ങനെ തന്നെ ആയിരുന്നു എന്ന് മാത്രം കണ്ണടച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവനാണ് വിശ്വാസി. അത് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതാണ്, അത് 100% ശരിയാണ്, യാതൊരു സംശയവുമില്ല. അതേസമയം തന്നെ മനുഷ്യരുടെ ജീവിതം കഴിഞ്ഞ കാലത്തിലല്ല, അത് മുൻപോട്ടൊഴുകുന്നൊരു നദിയാണ്. ആ പ്രവാഹത്തിൽ അവൻ്റെ കൂടെ വസിക്കുന്നൊരു ജീവിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിലാണ് നാം വിശ്വാസം അർപ്പിക്കുന്നത്. ആ ദൈവമോ എല്ലാ സാധ്യതകളുടെയും ആകെത്തുകയാണ്. അതുകൊണ്ട് നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ വസിക്കുന്നു എന്നത് അർത്ഥവത്തായി തീരണമെങ്കിൽ മുൻപോട്ടുള്ള പ്രയാണത്തിൽ നാം അനുഭവിക്കുന്ന ഈ ആവേശം നിശ്ചയമായും ജനിപ്പിക്കുന്ന ഒരു വലിയ രൂപാന്തരവും, നമ്മുടെ അവസ്ഥയെയും വ്യക്തിത്വത്തെയും പൂർണ്ണമായി രൂപാന്തരപ്പെടുത്തുന്ന ഈ വലിയ അനുഭവം, വലിയ സാധ്യത, അതിലേക്ക് പ്രവേശിക്കുന്നതാണ് വാസ്തവത്തിൽ സ്വർഗം. മരണത്തിന് മുമ്പുള്ള സ്വർഗം അത് തന്നെയാണ് എന്ന് യേശുവിൻ്റെ പഠിപ്പീരിനെ ആസ്പദമാക്കി ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതല്ലാതെ മറ്റൊരു സ്വർഗം ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് തന്നെ മരണാനന്തരം ഒരു സ്വർഗമുണ്ടായെങ്കിൽ, മരണത്തിന് മുൻപൊരു സ്വർഗമുണ്ടെങ്കിൽ മരണാനന്തരവും ഒരു സ്വർഗം ഉണ്ടായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. മരണാനന്തരം ഒരു സ്വർഗമുണ്ട് എന്നതിൻ്റെ ഏക തെളിവ് മരണത്തിന് മുൻപ് ഒരു സ്വർഗമുണ്ട്, ആ സ്വർഗമാണ് യേശു കാണിച്ചു തന്നത് എന്നതാണ്. അപ്പം അങ്ങനെ മരണാനന്തരം ഉള്ള സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ വന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും. ആ സമൃദ്ധമായ ജീവനിലേക്ക് ആർക്കെങ്കിലും പ്രവേശിക്കുവാൻ, കടന്നു വരുവാൻ താല്പര്യമുണ്ടെങ്കിൽ, അതങ്ങനെ സാധിക്കണമെങ്കിൽ അവർക്ക് ആവശ്യമായ ഒരു പ്രത്യേകമായ ശക്തിയാണ്, ഉൾപ്രേരണയാണ് വിശ്വാസം എന്നുള്ളത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും. നാം ആശിക്കുന്നത് ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയല്ലേ ആശിക്കുന്നത്. കാണാത്ത കാര്യങ്ങളിൽ സംഭവിക്കാനിരിക്കുന്നതിനെ പറ്റിയല്ലേ ഉള്ളൂ. അപ്പോൾ തികച്ചും പകൽ പോലെ സ്പഷ്ടമാണ്. വിശ്വാസത്തെ നാം മനസ്സിലാക്കേണ്ടത് ഇനിയും നാം പ്രാപിക്കേണ്ട അവസ്ഥകൾ, ഇനിയും നാം എത്തിച്ചേരേണ്ട അവസ്ഥകളെ പറ്റിയാണ്. അവയെ അന്വേഷിപ്പാനുള്ള വ്യഗ്രതയും പ്രതിഷ്ഠയും അതിനെ നാം പ്രാവർത്തികമാക്കുന്നതിൽ കൂടെ മാത്രം നാം വെളിപ്പെടുത്തുന്ന ദൈവികമായ ആന്തരികമായ ശക്തിയാണ് വിശ്വാസം. ആ വിശ്വാസമുണ്ടെങ്കിൽ രോഗശാന്തി ഉണ്ടാകും, ആ വിശ്വാസമുണ്ടെങ്കിൽ വിടുതലുണ്ടാകും, ആ വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഫലഭൂഷ്ടമായി തീരും. ആ വിശ്വാസമുണ്ടെങ്കിൽ ഈ ലോകത്തിൽ തന്നെ സ്വർഗത്തിൻ്റെ മുൻ രുചികൾ നമുക്ക് അനുഭവിപ്പാൻ കഴിയും. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സത്യസന്ധമായി മരണാനന്തരം ഒരു സ്വർഗമുണ്ട് എന്ന് വിശ്വസിപ്പാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ. അല്ലാതെ സ്വർഗമുണ്ട് സ്വർഗത്തിൽ പോകാനായിട്ട് തലയിൽ കൊണ്ടുവിട്ടിരിക്കുന്നു, ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ അടിസ്ഥാന മർമ്മങ്ങൾ അറിവുള്ളവരല്ല. ഇത് അജ്ഞതയിൽ വേരൂന്നി നിൽക്കുന്ന ആത്മാർത്ഥതയില്ലാത്ത ചില സങ്കല്പങ്ങൾ മാത്രമാണ്. അങ്ങനെയുള്ളവർ ലഭിച്ച താലന്ത് കുഴിച്ചിട്ട ആ ദുഷ്ടനായ ഭൃത്യനോട് സമമാണ്. അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് പുറത്തുള്ള അന്ധകാരമാണ്, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഈ ഉപമയുടെ അവസാനം 30-ാം വാക്യത്തിൽ, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൈകാര്യം ചെയ്തതുകൊണ്ട് ഞാൻ കൂടുതലായി വിവരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം സംഗ്രഹിച്ചുകൊണ്ട് പറയട്ടെ. സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ്. സ്വർഗത്തിന് 2 ഘടകങ്ങളുണ്ട്, 2 മുഖങ്ങളുണ്ട്. ഇഹലോകത്തിലൊരു സ്വർഗമുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ 2ാമത്തെ മുഖമായി പരലോകത്തിലെ ഒരു സ്വർഗമുണ്ട്. ഈ സ്വർഗത്തിലേക്കുള്ള ആ വഴി വിശ്വാസമെന്നതാണ്. വിശ്വാസമെന്നത് നാം യേശുവിൽ അർപ്പിക്കുന്ന
നമ്മുടെ പ്രത്യാശയാണ്. യേശു എന്നതോ എല്ലാറ്റിൻ്റെയും പൂർണ്ണതയാണ്. പൂർണ്ണത ഇഹലോകത്തിൽ ജഡമായി തീർന്ന് നമ്മുടെ മധ്യത്തിൽ വസിച്ചതിൻ്റെ പേരാണ് യേശു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സാധ്യതകളുടെ പൂർണ്ണത അന്വേഷിക്കുന്നവർക്ക് മാത്രമേ സ്വർഗം എന്ന സങ്കല്പം, സ്വർഗം എന്ന സാധ്യത സ്വായത്തമാക്കുവാനും അത് ഈ ലോകത്തിൽ തന്നെ മുൻരുചി അനുഭവിക്കുന്നത് കൊണ്ട് പരലോകത്തിലും അപ്രകാരം ഒരു സാധ്യതയുണ്ട്, അതിൽ പ്രത്യാശ വെക്കുവാനും സാധ്യമാകുകയുള്ളൂ എന്നതാണ് ഈ ഉപമയുടെ രത്നച്ചുരുക്കമെന്ന് ഒരിക്കൽ കൂടെ ഒന്ന് ആവർത്തിച്ച് ക്രോഡീകരിച്ച് സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത് നിങ്ങൾക്ക് കൂടുതൽ മുൻപോട്ട് ചിന്തിക്കുവാനും കൂടുതൽ വ്യക്തമായ ആത്മീയമായ അനുഭവങ്ങളെ മനസ്സിലാക്കുവാനും സഹായിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് എന്ന പ്രതീക്ഷയും ഇതിൽ പങ്കെടുക്കുന്ന ഏവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരെയും സർവശക്തനായ ദൈവം